ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ കല്യാണി മോളെ ഇത്? കൈ നിറച്ച് സമ്മാനമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും കൂടെ വാങ്ങിച്ചെന്നാ. കൊറേ നാളായാലും എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ട്. അപ്പൂപ്പ എന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരണേ. അതിനെന്താ മോളെ, നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോരാന്നേ. എന്റെ സമ്പത്തായിട്ടും സമ്പാദ്യമായിട്ടും കാണുന്നത് അതാ. നമുക്കിനി കുറച്ച് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് പതിയെ പതിയെ നടപ്പിലാക്കി തുടങ്ങണം. പതിയെ മതി, പക്ഷേ അത് വേണം. ഒക്കെ ഹരിയുടെ ഇഷ്ടം. കല്യാണി, മോൾ ആരുടെ കൂടെ വന്നു? ഞാൻ അപ്പൂപ്പന്റെ കൂടെ വന്നേ. എവിടെ? എന്തോടോ ഹരി, മോളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നപ്പോ അത്ഭുതമായോ? ഉള്ളത് പറയണല്ലോ സർ, അത്ഭുതമായി പോയി. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മോൾ എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാ നിങ്ങൾ രണ്ടാളെയും കുറിച്ചാ പറയാറുള്ളത്. നിങ്ങൾ രണ്ടുപേരെയും അവക്ക് വലിയ ഇഷ്ടമാണ്. എന്നോട് ഇങ്ങോട്ട് വരണമെന്നോ നിങ്ങളെ കാണണമെന്നോ മോള് പറഞ്ഞില്ല, ഞാനായിട്ട് പറഞ്ഞതാ. താങ്ക് യു സർ. അവളുടെ അടുത്ത് വരണമെന്നും കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാറിനറിയാലോ വിപിനും വീണയും ഒക്കെ. എനിക്കറിയാം ഹരി, ആരോടും വൈരാഗ്യം സൂക്ഷിക്കരുതെന്ന ഒരു തീരുമാനക്കാരനാ ഞാൻ. വീണെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ വിപിനോട് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാ. പക്ഷെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലല്ലോ. കല്യാണി, സന്തോഷമായി നിനക്ക്? അച്ഛനെ നിത്യാമ്മയെ കണ്ട എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിത്യാമ്മേ, നമ്മുടെ കൃഷിയൊക്കെ എന്തായി? എന്നെ കൊണ്ട് കാണിച്ചു തരോ? കുട്ടികളുടെ മനസ്സിലൊരു കാര്യം തറഞ്ഞു പോയാ അത് തിരുത്താൻ എളുപ്പം. കല്യാണിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അല്ലാതെ മറ്റൊരാളെ അച്ഛാന്ന് വിളിക്കാൻ തയ്യാറല്ല. അത്രയും ആഴത്തിലാണ് നിങ്ങളുടെ ബന്ധമെന്ന് എനിക്കറിയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് കല്യാണി. പിന്നെ അവളെ ചോദിച്ചു വന്നത് അവളുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് എനിക്ക് കാഴ്ചക്കാരനാവാനേ പറ്റുള്ളൂ. പോട്ടടോ, ചിലപ്പോ ജീവിതത്തില് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകും. എന്നാലും നമുക്കൊക്കെ ജീവിച്ചല്ലേ പറ്റൂ.
എങ്ങനെ പോകുന്നു തന്റെ കൃഷിയും ബിസിനസ്സും ഒക്കെ? ബിസിനസ്സിൽ വലിയ പ്രതീക്ഷയാണ് സർ. ഒരുപാട് പേരുടെ പ്രതീക്ഷ. ആ. എങ്ങനെ മോളെ, അച്ഛന്റെ കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ആ എന്റെ അച്ഛനല്ലേ പാടത്തിറങ്ങിയ പിന്നെ അച്ഛൻ രാജാവാ. ആ നിങ്ങളായിരുന്നു. ഞാൻ കരുതിയ അച്ഛനും കല്യാണിമോളും ആയിരിക്കുമെന്ന്. അവരെവിടെ പോയി? അച്ഛൻ മോളെയും കൂട്ടി ഒന്ന് പുറത്തു പോയതാ. എത്ര നേരമൊന്നും പറഞ്ഞ് ആ കൊച്ചു വെറുതെ ഇവിടെ ഇരിക്കുന്നു. അതിന് പുറം ലോകം കാണണമെന്നും ആഗ്രഹം ഉണ്ടാവില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ അവളെയും കൂടി കൂട്ടിക്കൊണ്ടു പോയിക്കൂടെ? അമ്മേ, ഞങ്ങൾ പോകുന്ന കുറച്ച് ഗൗരവമുള്ള കാര്യത്തിനാ. ആ കാര്യത്തിന്റെ ഗൗരവമൊന്നും നീ എന്നോട് പറയണ്ട. ഒന്നാമതേ, ആ കുഞ്ഞ് നിങ്ങൾ രണ്ടുപേരോടും നല്ല അകലത്തിൽ തന്നെയാണ്. അപ്പൊ പതുക്കെ പതുക്കെ അവളോട് അടുക്കാൻ നോക്കുകയല്ലേ വേണ്ടത്? മതി, ഉപദേശത്തിന്റെ കാര്യമൊന്നുമില്ല. അച്ഛൻ ചെയ്യുന്നുണ്ടല്ലോ വേണ്ടതല്ല. ആ അച്ഛൻ ചെയ്യുന്നുണ്ട്. നീ എന്നും കാഴ്ചക്കാരൻ മാത്രമാണല്ലോ. എന്താ അമ്മയുടെ ഉദ്ദേശം? അച്ഛൻ പറയുന്ന പോലുള്ള കനപ്പെട്ട കാര്യങ്ങളൊന്നും എന്നോട് പറയാമെന്ന് ഉദ്ദേശിക്കണ്ട. അവനെ അല്പം മുൻശുണ്ടി കൂടുതലാ. അത് തിരുത്താൻ നോക്കേണ്ടത് നീയാ. നീ അത് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയോട് ഇത്രയും ബഹളം വെക്കണമെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കല്ലേ വിപിൻ എന്നോട് പെരുമാറുന്നത്. എനിക്കാണെങ്കിൽ കുറവുകൾ ഒരുപാടുണ്ട്. കൺമുമ്പിന്ന് പോവാൻ രണ്ടുപേർക്കും അറിയാം. അല്ലാതെ അത് പരിഹരിക്കണമെന്നില്ല രണ്ടുപേർക്കും. സാർ കാത്തുനിന്ന് മുഷിഞ്ഞോ? ഇല്ല. എന്താ കല്യാണി മോളെ ഇത്? കൈ നിറച്ച് സമ്മാനമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എന്റെ അച്ഛനും അമ്മയും കൂടെ വാങ്ങിച്ചെന്നാ. കൊറേ നാളായില്ലേ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ട്. അപ്പൂപ്പ എന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരണേ. അതിനെന്താ മോളെ, നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോരാന്നേ. അപ്പൂപ്പന് ഇഷ്ടാ കൃഷിയും കൃഷിക്കാരെയൊക്കെ കാണുന്നു. സർ, ഇവള് നന്നായിട്ട് പഠിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആരെങ്കിലും ഒരാള് കൂടെ ഇരിക്കണം.